ഇപ്പോൾ ഒരു ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ, അവരുടെ അനുജത്തിയുടെ മകൻ ബോൺമാരോ ചെയ്യുന്നതിനായിട്ട് ആശുപത്രിയിൽ നിന്ന് നിർദ്ദേശിച്ചു. അപ്പോൾ അനിയത്തി ചേച്ചിയെ വിളിച്ച് എന്നാ പറഞ്ഞത്, എന്നാ അസുഖമാണെന്നറിയത്തില്ല, വലിയ അസുഖമാണെന്ന് തോന്നണ, ബോൺമാരോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവരെന്നാ തിരിച്ച് പറയണത്, അവർ തിരിച്ച് അസ്നിഗ്ധയോട് പറയും, അങ്ങനെ വലിയൊരു രോഗം ഉണ്ടാകത്തില്ല, ഞാൻ കൃപാസനത്തിൽ പോയി സാക്ഷ്യം പറഞ്ഞുകൊള്ളാം, 2 ദിവസം കഴിഞ്ഞാണ് എനിക്ക് പോകാൻ പറ്റിയത്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ വർത്തമാനമൊക്കെ കേട്ടോ അവരുടെ. എന്താണ്? ഉടമ്പടി തൈലം കൊണ്ട് വരുന്നുണ്ടെന്ന്. അവിടെ ചെന്നിട്ട് ഉടമ്പടി തൈലം വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരക്കും. എന്താണ് കുരിശ് വരക്കണത്? ഉടമ്പടി പ്രഖ്യാപനത്തിൻ്റെ പ്രാർത്ഥനയാണ്, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥനയല്ല. നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ എന്താണ് ചെയ്യണത്? സന്ധ്യയ്ക്ക് ഉടമ്പടി തൈലം മുക്കിയിട്ട് നെറ്റിക്ക് കുരിശ് വരക്കും. അത് നിങ്ങളിവിടെ വിളക്കിൽ, ഉടമ്പടി വിളക്കിൻ്റെ സമയത്ത് ഉടമ്പടി പ്രഖ്യാപിച്ചില്ലേ, അതിൻ്റെ അനുസ്മരണയാണത്. ഉടമ്പടി പ്രഖ്യാപിക്കുകയാണ്. കാര്യം ഞാനും എൻ്റെ ദൈവവും തമ്മിൽ ഉടമ്പടിയിൽ ഇരിക്കുകയാണ്. അത് ഞാൻ റീകളക്ട് ചെയ്യും, അത് ഞാൻ അനുസ്മരിക്കും. ഉടമ്പടിക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ്? ഉടമ്പടി അനുസ്മരിക്കുക. ആദ്യകാലം മുതൽ ദൈവം നൽകിയ നിർദ്ദേശങ്ങളൊന്നാണ് ഉടമ്പടി അനുസ്മരിക്കുക. ഉടമ്പടി അനുസ്മരിക്കുന്നത് എങ്ങനെയാണ്? ഉടമ്പടി പ്രഖ്യാപനത്തിലൂടെയാണ്. പ്രഖ്യാപിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പ്രഖ്യാപിക്കുമ്പോഴാണ് നമ്മൾക്ക്, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അനുഗ്രഹമാണ്. നമ്മൾ വ്യക്തമായിട്ട് നമുക്കൊന്നറിയണം. പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾക്ക് എന്താ ലഭിക്കണത്? അനുഗ്രഹം. പ്രഖ്യാപിക്കുമ്പോൾ നമ്മൾക്ക് എന്താ ലഭിക്കണത്? അവകാശം. വ്യത്യാസമുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്താ ലഭിക്കണത്? അനുഗ്രഹം. അനുഗ്രഹം ലഭിച്ചാലുള്ള കുഴപ്പം എന്താണെന്ന് അറിയാവോ? അനുഗ്രഹത്തിൻ്റെ മേൽ നമുക്ക് ക്ലെയിം ഇല്ല. അനുഗ്രഹത്തിൻ്റെ മേൽ വ്യക്തിക്ക് ക്ലെയിം, അവകാശവാദം ഇല്ല. അതാണ് വ്യത്യാസം. കാര്യം അത് നമ്മുടെ ക്ലെയിം അനുസരിച്ചല്ല അനുഗ്രഹം നൽകപ്പെടുന്നത്. നമ്മുടെ അവകാശം അനുസരിച്ചല്ല അനുഗ്രഹങ്ങൾ നൽകപ്പെടുന്നത്. എന്താ കാര്യം? അത് ദുഷ്ടനെയും കിട്ടും, ശിഷ്ടനെയും കിട്ടും. കർത്താവ് പറഞ്ഞിട്ടുണ്ട്, അത് നിരീശ്വരവാദിക്കും കിട്ടും, ഈശ്വര വിശ്വാസം കിട്ടും. അതിനകത്ത് ക്ലെയിം ഇല്ല, ആർക്കും കിട്ടണതാ അനുഗ്രഹം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ ദുഷ്ടൻ്റെ മേലും മഴ പെയ്യിക്കും, ശിഷ്ടൻ്റെ മേലും മഴ പെയ്യിക്കും. നീതിമാന്മാരുടെയും നീതിരഹിതരുടെയും മേൽ ഞാൻ അനുഗ്രഹത്തിൻ്റെ വെയിൽ ഉദിപ്പിക്കും, സൂര്യനെ ഉദിപ്പിക്കും. അനുഗ്രഹത്തിന് ശിഷ്ടനായാലും കുഴപ്പമില്ല, ദുഷ്ടനാണെങ്കിൽ. അതാണ് മത്തായിയുടെ സുവിശേഷം 5:45. അനുഗ്രഹത്തിന് നമ്മുടെ യോഗ്യത അനുസരിച്ചല്ല അനുഗ്രഹം കിട്ടണത്. ദൈവം നമ്മൾ സൃഷ്ടിച്ചത് കൊണ്ട് ആ സൃഷ്ടപരമായ ജനിതകമായ അവകാശം പോലെയാണ് നമുക്ക് അനുഗ്രഹം ലഭിക്കുന്നത്. പക്ഷേ നമ്മൾക്കുള്ള പ്രശ്നം, അനുഗ്രഹത്തിന് ഗ്യാരണ്ടി ഇല്ല. അതെപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. പക്ഷേ ഉടമ്പടിയിലൂടെ നമുക്ക് ലഭിക്കണത് എന്താ? ഗ്യാരണ്ടി ഉണ്ട്. എന്താ കാര്യം? അത് അവകാശമാണ്, ഇല്ലേ? എബ്രഹാത്തിന് ദൈവം ഉടമ്പടി ചെയ്തപ്പോൾ എന്താ ലഭിച്ചത്? അവകാശമാണ് ലഭിച്ചത്. അവകാശം ആർക്ക് കൊടുക്കണതാണ്? സ്വന്തപ്പെട്ടവർക്ക് കൊടുക്കണതാണ്. അതാണ് വ്യത്യാസം വരണത്. അതുകൊണ്ട് എപ്പോഴും ദൈവത്തോട് മോശസ് പറയും, അങ്ങയുടെ ഉടമ്പടി അനുസ്മരിക്കണമേ എന്ന് പറയുന്നതിന് പകരം മോശസ് പ്രാർത്ഥിക്കുമ്പോൾ ക്ലെയിം പറയും. എന്താണ്?
അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ അർത്ഥം എന്താണ്? പുറപ്പാടിൻ്റെ പുസ്തകം 13:13 ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർക്കണമേ. എന്താ കാര്യം? ഉടമ്പടിയിലൂടെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനമാകണത്. സ്വന്തം ജനത്തിനാണ് അവകാശമുണ്ടാകണത്. കൈ അടിച്ചു കിടത്താണ്. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ച് കർത്താവായ ദൈവമേ, പുറപ്പാട് 33:13 ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ജനം അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് അനുസ്മരിക്കണമേ. പ്രൈസ് ദി ലോർഡ്. ഈ സ്വന്തം ജനമായി കഴിഞ്ഞാൽ വാഗ്ദാനങ്ങൾ വ്യത്യാസമുണ്ടാവും. എന്താണ്? സ്വന്തം ജനമായത് കൊണ്ടാണ് ദൈവം പറയണത്, ഞാൻ തന്നെ നിങ്ങളുടെ കൂടെ വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിയുടെ ഹല്ലേലൂയ. ശക്തിയോടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 33:14 കർത്താവ് പറഞ്ഞേ, ഞാൻ തന്നെ നിന്നോട് കൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇപ്പോൾ ഉടമ്പടി വഴി എന്നാ സംഭവിക്കണത്? നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. അതെപ്പോഴും പൗലോസ് ശ്ലീഹായും പറയും, യേശുക്രിസ്തുവിൻ്റെ സ്വന്തം. യേശുക്രിസ്തുവിൻ്റെ സ്വന്തമായി മാറുന്നത് എങ്ങനെയാണ്? വിശുദ്ധ രക്തത്താൽ അവൻ നമ്മളെ വീണ്ടെടുത്ത് കഴിയുമ്പോൾ, അവൻ്റെ വിശുദ്ധ രക്തത്താൽ എനിക്ക് പകരക്കാരനായി അവൻ മരിച്ചപ്പോൾ അവൻ എനിക്ക് വില കൊടുത്തവനാണ്. അവൻ എന്നെ വിലക്ക് വാങ്ങിയവനാണ് നിത്യതയ്ക്ക് വേണ്ടി. അപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തം ജനം. അതാണ് റോമ 1:6. യേശുക്രിസ്തുവിൻ്റെ സ്വന്തവും സ്വന്തമാകാൻ വിളിക്കപ്പെട്ടവരും. കൈ അടിച്ച് കർത്താവിനെ സ്തുതിക്കുക. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ഒരുമിച്ച് പാടുക. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമായി നൽകുന്നു നാഥന്. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. തിരുക്കുമാരനും 1000 നന്ദി. ഞാൻ എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്.
ഞാൻ 11/5/22 ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നത്. ഞാൻ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ അന്ന് ലാസ്റ്റ് പറഞ്ഞിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. എൻ്റെ മോൾക്കൊരു ഗവൺമെൻറ് ജോലി, അതും കൂടെ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടതായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മനോട് പറഞ്ഞു, ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞതാണ്, ഒരു ഗവൺമെൻറ് ജോലി എനിക്ക് എൻ്റെ മോൾക്ക് തരുവാണെങ്കിൽ ഞാൻ അടുത്ത സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ കയറുമെന്ന് പറഞ്ഞു. പക്ഷേ അധികം വൈകാതെ തന്നെ എനിക്ക് അമ്മ അത് സാധിച്ചു തരികയും ഞാൻ എൻ്റെ മോളെയും കൂട്ടി സാക്ഷ്യം പറയാൻ വേണ്ടി വന്നേക്കാം. രണ്ട് കാര്യങ്ങളാണ് അമ്മ എനിക്ക് ഉടനടി തന്നത്. കയ്യിലിരിക്കുന്ന ഈ കുഞ്ഞും ഒരു ഗവൺമെൻറ് ജോലിയും കൂടെ, രണ്ടും ഒരുമിച്ചാണ് എനിക്ക് അമ്മ തന്നത്. അതുകൊണ്ട് ജോലിനെ പറ്റി മോള് പറയും. എൻ്റെ പേര് സാന്ദ്ര എന്നാണ്. എൻ്റെ ഒരു ലൈഫിൽ ഒരു മിറാക്കിൾ സംഭവിച്ചൊരു കാര്യം തന്നെ. എനിക്ക് ആ മിറാക്കിൾ എനിക്ക് അത്രയും നിസ്സാരമായിട്ട് കാണാൻ സാധിക്കാത്തൊരു കാര്യമായതുകൊണ്ടാണ് എനിക്കിവിടെ അത് വന്ന് പറയണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമാണ്. എൻ്റെ ഒരു ആഗ്രഹത്തിന് പുറത്താണ് ഞാനിവിടെ വന്ന് അത് സാക്ഷ്യമായിട്ട് പറയാം എന്ന് ഞാൻ വിചാരിച്ചത്. കാരണം ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുകളെല്ലാം എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും ഒരു വലിയൊരു ഡ്രീമായിരുന്നു അങ്ങനെ ഒരു ജോലി വേണം എന്നുള്ളൊരു കാര്യത്തിൽ. പക്ഷേ ആ സമയത്ത് എനിക്ക് ഒരു സ്ഥലത്ത് ഞാൻ ICICI ബാങ്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷേ ആ സമയത്ത് എനിക്ക് എംപ്ലോയ്മെൻറ്റ് വഴിയിൽ നമ്മുടെ താൽക്കാലികമായിട്ട് കുറേ പ്രാവശ്യം എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കതിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. കാരണം എൻ്റെ കരിയർ പോകുമോ എന്നോർത്തൊരു ടെൻഷനായിരുന്നു. കാരണം ഞാൻ ഒരിടത്ത് ഇനി എൻ്റെ ലക്ഷ്യത്തിലെത്തില്ലേ എന്നോർത്ത് ഭയങ്കര ടെൻഷനിലും ഭയങ്കര സങ്കടമൊക്കെ ആയിരുന്നു. അപ്പോൾ കൂടുതലും ഞാൻ അവർ പറയുന്ന രീതിക്ക് തന്നെ എൻ്റെ ലൈഫ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ അങ്ങനെ ഞാൻ ICICI ബാങ്കിൽ നിന്ന് അവിടെ നിന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് താൽക്കാലികമായിട്ട് ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു 6 മാസത്തേക്ക്. അങ്ങനെ എന്നെ അമ്മയും അച്ഛനും നിർബന്ധിച്ച് എന്നെ അവിടെ നിന്ന് റിസൈൻ ചെയ്യിപ്പിച്ച് എന്നെ ഈ 6 മാസത്തേക്ക് കയറ്റിയപ്പോൾ എനിക്ക് വളരെയധികം വിഷമമുണ്ടായിരുന്നു. എൻ്റെ കരിയർ എന്താ ഇവർ മനസ്സിലാക്കാത്തതെന്നുള്ളൊരു വിഷമമായിരുന്നു. അങ്ങനെ വീണ്ടും എനിക്ക് 6 മാസം താൽക്കാലികമായിട്ട് എനിക്ക് ജോലി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഓരോ സ്ഥലത്ത് ഓരോ എണ്ണമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കണമായിരുന്നു. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഒരു കമ്പനിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ റെസ്യൂമെ അപ്ലൈ ചെയ്യുമ്പോൾ അവർ ചോദിക്കുന്നത് 6 മാസം എക്സ്പീരിയൻസ് ഉള്ളല്ലോ, നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിപ്പോരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു ലക്ഷ്യത്തിലെത്താൻ പറ്റുന്നില്ലല്ലോ, എൻ്റെ കരിയർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണല്ലോ, എവിടേക്കോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണോ, ഒരിടത്തും ഞാൻ എത്തണില്ലല്ലോ എന്നോർത്ത് വളരെ സങ്കടമായിരുന്നു. ഇവനെ ഡെലിവറി കഴിഞ്ഞ് 2ാമത്തെ ദിവസം എനിക്ക് വീട്ടിൽ നിന്നൊരു അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്ന് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റ് ഇവൻ ഡെലിവറി ആയി 2nd ഡേ ആണ് വീട്ടിൽ അപ്പോയിൻമെൻറ്റ് ലെറ്റർ വന്നത്. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ശനിയാഴ്ചയായിരുന്നു. അതായത് ഇവൻ തിങ്കളാഴ്ച ഡെലിവറി ആയി 5-ാം തീയതി ഞാൻ, അതായത് 5 ദിവസം കഴിഞ്ഞ് ശനിയാഴ്ച ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത്. ആ നോർമൽ ഡെലിവറി ആയിരുന്നു. അങ്ങനെ വളരെ ബുദ്ധിമുട്ടിയായിരുന്നു ഞാൻ ആ കോട്ടയം വരെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയത്. എനിക്കറിയാമായിരുന്നു കിട്ടത്തില്ല എന്നുള്ള കാര്യം. ഞാൻ ഒട്ടും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് അവിടെ നിന്ന് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. ഞാൻ വീട്ടിൽ പോലും ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് പോലും ആയിട്ടുണ്ടായില്ല. ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡയറക്റ്റാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയത്. വളരെ ബുദ്ധിമുട്ടോടെയാണ് ഞാൻ അവിടെ പോയത്. കാരണം എൻ്റെ നോർമൽ ഡെലിവറി ആണെങ്കിൽ പോലും എനിക്ക് കുറേ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ബ്ലീഡിങ് അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പില്ലായിരുന്നു, കിട്ടാൻ ചാൻസ് ഇല്ലെന്ന് എനിക്കറിയാം. എന്നാലും ഞാൻ പോയി. കാരണം എൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും സ്വപ്നമായിരുന്നു, എൻ്റെ പോലും അല്ലെങ്കിൽ അവർക്കൊരു സ്വപ്നമായിരുന്നു അത് വേണം എന്നുള്ളത്. അങ്ങനെ ഞാൻ അവർക്ക് വേണ്ടി ഓക്കെ ഞാൻ പോകാമെന്ന് പറഞ്ഞ് അവിടെ എത്തി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അന്ന് തന്നെ അവർ അനൗൺസ് ചെയ്തിട്ട് പറഞ്ഞു സെലക്ട് ചെയ്തിട്ടുണ്ട്, ജോലി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞുള്ള രീതിയിൽ പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു ജോലിക്ക് കയറുന്നതിന് മുമ്പ് മെറ്റേണിറ്റി ലീവും കൂടി തരാം, മെറ്റേണിറ്റി ലീവ് എടുത്തോ നിങ്ങൾ, കാരണം നിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത്, നിൻ്റെയും കുഞ്ഞിൻ്റെ ആരോഗ്യമാണ് ഏറ്റവും വലുത്, അതുകൊണ്ട് നിനക്ക് മെറ്റേണിറ്റി ലീവ്
ഞങ്ങൾ തരികയാണ്. അത് കഴിഞ്ഞ് ഡിസംബർ, അതായത് 6 മാസം കഴിഞ്ഞ് ഡിസംബറിലാണ് എനിക്ക് ജോയിൻ ചെയ്യേണ്ട ജോലിക്ക്. അപ്പോൾ ഞാനിപ്പം മെറ്റേണിറ്റി ലീവിലൂടെയാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മെറ്റേണിറ്റി ലീവ് തരാത്ത ആ സമയത്ത് ഞാൻ ഒത്തിരി വിഷമിച്ചായിരുന്നു, ഒത്തിരി ഞാൻ അപേക്ഷിച്ചായിരുന്നു അമ്മ മാതാവിനോടും യേശുവോടും എൻ്റെ ഭഗവാൻ കൃഷ്ണനോടും ഞാൻ അപേക്ഷിച്ചായിരുന്നു. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി എന്നുള്ളത് എൻ്റെ വിഷമം അവർക്കറിയായിരുന്നു. അങ്ങനെ അവസാനം എനിക്ക് മെറ്റേണിറ്റി ലീവും തന്ന് അവസാനം എൻ്റെ ലൈഫിലൊരു എന്താ പറയുക, ഒരു പെർമനൻറ്റ് പോസ്റ്റിലേക്ക് ജോലി നേടുകയും ചെയ്തു. ഞാൻ ഒരു നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടിയിട്ട്. പക്ഷേ ഇവള് പ്രസവിച്ച് അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി ഇനി ഒരു ഗവൺമെൻറ് ജോലിയൊന്നും കിട്ടാൻ പോകുന്നില്ല. കാര്യം എനിക്ക് കുഞ്ഞായി, PSC ഒക്കെ പഠിക്കാൻ ഇവർക്ക് കുഞ്ഞിനെ കൊണ്ട് ഇവർക്ക് പറ്റില്ല. അപ്പോൾ അത് ഒരിക്കലും ഇനി അത് നടക്കാൻ പോലെന്ന് തന്നെ എനിക്ക് മനസ്സിലായി. ഞാനിവിടെ എല്ലാ മാസവും മുടങ്ങാണ്ട് ഉടമ്പടി എന്നെടുത്തോ അന്ന് ഈ മാസം വരെ ഞാൻ മുടങ്ങാതെ എല്ലാ മാസവും ഇവിടെ വന്ന് ഞാൻ പോണതാ. അല്ലാതെ ഇടക്കിട്ട് വന്ന ആളല്ല. ഞാൻ അതുപോലെ ഇവിടെ അഡ്മിറ്റ് ആക്കുന്നതിൻ്റെ തലേന്ന് എൻ്റെ ഉടമ്പടി ഡേറ്റ് എനിക്ക് പുതുക്കേണ്ട ഡേറ്റ് മാറിപ്പോലാന്ന് ചിന്തിച്ച് ഞാൻ തലേന്ന് തന്നെ ഇവിടെ വന്ന് നല്ല തിരക്കായിരുന്നു. ഞാൻ രാവിലെ ഇവിടെ ഒറ്റയ്ക്കിട്ടിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പോകുന്നത്. പക്ഷേ രാവിലെ വരെ വന്നിട്ട് വൈകിട്ടാണ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. പക്ഷേ അതിന് മുമ്പത്തെ പുതുക്കലോടുകൂടി ഞാൻ നിയോഗം ഞാൻ വെട്ടിക്കളഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി എനിക്ക് ഗവൺമെൻറ് ജോലി നീ തരണ്ട. കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ ഞാൻ പ്രതീക്ഷിച്ചത് ഇനി നടക്കുമെന്ന് എനിക്ക് തോന്നില്ല. നീ അങ്ങനെ ഞാനത് വെട്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാനത് വെക്കാറില്ല. പക്ഷേ അമ്മ അത് ഒട്ടും നിസ്സാരമായി തള്ളിക്കളഞ്ഞു എൻ്റെ ആ ഒരിത്. എന്നിട്ട് അമ്മ എനിക്ക് അത്രയും സന്തോഷത്തോടു കൂടി ഈ ഒരു ജോലി എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിൽ നിന്ന് ഈ കുഞ്ഞിനെ വരെ NICയിലോട്ട് അമ്മ ആക്കി എന്ന് പറയുമ്പോൾ ഈ 5 ദിവസമുള്ള കുഞ്ഞിനെയും കൊണ്ട് കോട്ടയത്ത് പോകണമെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഇവൾക്കാണെങ്കിൽ ഇവൻ ഇത്തിരി വെയിറ്റ് കൂടുതലായിരുന്നുകൊണ്ട് പ്രശ്നങ്ങളായിരുന്നു. അവിടെ ഒത്തിരി കഷ്ടപ്പെട്ടാൽ ഞങ്ങളെത്തി. അതിൻ്റെ കൂടെ കുഞ്ഞിനെയും കൊണ്ട് പോകണമെന്ന് പറഞ്ഞാൽ അതിന് മാതാവ് നേരത്തെ തന്നെ അതിനുള്ള വഴിയൊക്കെ ഒരുക്കി അവൻ NICയിലാക്കി. എല്ലാ കുഞ്ഞുങ്ങളെയും 2 ദിവസം കൊണ്ട് തന്നെ NICയിൽ നിന്ന് വിടുമ്പോഴത്തേക്ക് ഇവനാ ആ 5 ദിവസം വരെ അമ്മ അവിടെ സുരക്ഷിതമായിട്ട് ഏൽപ്പിച്ച്. ഞങ്ങൾക്ക് എത്ര ഹാപ്പി ആയിട്ട്, വേറൊന്നുമില്ല, അവൻ സുരക്ഷിതമാണല്ലോ. NICയിലാകുമ്പോൾ ഏത് കുഞ്ഞുങ്ങളും ഡോക്ടർമാരുടെ കൂടെ ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ ഞങ്ങൾക്ക് തിരിച്ച് അത് ചെയ്തിട്ട് വരാനും സാധിച്ചു. അങ്ങനെ എനിക്ക് ഒത്തിരി സന്തോഷത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്ന. അമ്മ എൻ്റെ അത് ഞാൻ വെട്ടിക്കളഞ്ഞെങ്കിലും അമ്മ അത് നല്ല രീതിക്ക് എനിക്ക് ഭംഗിയായിട്ട് ഒരു PSC പരീക്ഷ ഒന്നും എഴുതാതെ തന്നെ ഒരു ഇൻ്റർവ്യൂവിലൂടെ മാത്രം ഒരു ഗവൺമെൻറ് ജോലി അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് അമ്മ മാതാവ് ഇടപെടാണ്ട് നമുക്കത് കിട്ടില്ല. അത് തീർച്ചയുള്ള കാര്യമാണ്. അപ്പം അമ്മ തന്നെയാണ് എനിക്ക് എൻ്റെ കയ്യിലോട്ട് അത് വെച്ച് തന്നത്. ഞാൻ എന്താഗ്രഹിച്ചോ, അല്ലെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും എന്താഗ്രഹിച്ചോ അതെനിക്ക് എൻ്റെ അമ്മ എൻ്റെ കയ്യിലോട്ട് നീ എടുത്തോ എന്നുള്ള രീതിയിലാണ് എൻ്റെ കയ്യിലോട്ട് അത് വെച്ച് എനിക്ക് തന്നത്. അതിലെനിക്ക് ഒത്തിരി നന്ദിയുണ്ട്, ഒത്തിരി. ഇനി എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഇവിടെ തന്നെ ഉടമ്പടി എടുത്തും എൻ്റെ ജീവിതം അതിലൂടെ തന്നെ പോകും. പിന്നെ എനിക്കൊരു 2-3 രോഗസൗഖ്യം കിട്ടിയെന്ന് പറഞ്ഞാൽ എനിക്ക് മോളെ പ്രസവിച്ചിട്ട് സിസേറിയൻ ആയിരുന്നു. അപ്പോൾ എനിക്ക് ആ സ്റ്റിച്ച് ഒരു 10-20-22 വർഷമായിട്ട് എനിക്ക് ഇങ്ങനെ എപ്പോഴും പൊട്ടിയും ഒലിച്ചിങ്ങനെ ചൊറിച്ചിലും ഒക്കെ ആയിട്ട് ഞാൻ ഒത്തിരി ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി ഓയിൽമെൻറ്റും മരുന്നും കഴിച്ച് ഞാൻ മതിയായി. അത് പെരട്ടി കഴിയുമ്പോൾ കുറയും, പിന്നെയും പഴയത് അതുപോലെ തന്നെ വരും. പക്ഷേ ഞാൻ ഉടമ്പടി തൈലം ആ ഭാഗത്ത് തേച്ച് പെരട്ടിയതിൻ്റേതായിട്ട് ഇപ്പം എനിക്ക് 1 കൊല്ലമായിട്ട് ഒന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ആ സ്റ്റിച്ചിൻ്റെ ഭാഗത്ത് ഒന്നും എനിക്കില്ല. അതെനിക്ക് എൻ്റെ അമ്മ തന്നെ എനിക്ക് മാറ്റി തന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഗ്യാസ് ട്രബിളിൻ്റെ ബുദ്ധിമുട്ട് കാരണം ഇതുപോലെ തന്നെ ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിൽ ഞാൻ നടന്നിട്ടുള്ളതായിരുന്നു. പക്ഷെ ഞാൻ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ വെറും വയറ്റിൽ 1 ഗ്ലാസ് വെള്ളം ഞാനും ഹസ്ബൻഡും കുടിക്കും. അതിൽ എന്നും ഈ 3 കൊല്ലവും മുടങ്ങാതെ ഞാൻ ആ ഉപ്പിട്ടാണ് ആ വെറും വയറ്റിൽ ഞാൻ വെള്ളം കുടിക്കുന്നത്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു അമ്മ എനിക്ക് 3-4 ടാബ്ലറ്റിലാണ് ഞാൻ എൻ്റെ ഗ്യാസ് ട്രബിൾ ആ രോഗം ഞാൻ കൊണ്ടു നടന്നത്. ആ നിർത്തി ഇപ്പോൾ 1 കൊല്ലമായിട്ട് ഞാൻ ഒരു ടാബ്ലറ്റ് പോലും ഞാൻ എടുക്കുന്നില്ല. അതാണ് സത്യം. പിന്നെ എന്ന് വെച്ചെന്നാൽ അപ്പം അതങ്ങനെ. പിന്നെ എന്ന് വെച്ചെന്നാൽ എനിക്ക് യൂട്രസ് സംബന്ധമായിട്ടൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ബ്ലീഡിങ് ആയിരുന്നു. ഒരു പ്രാവശ്യം ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും എനിക്ക് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. വീട്ടിൽ നിന്ന് ഞാൻ അത് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ ഉടമ്പടി എടുത്ത് ഇറങ്ങണ സമയത്ത് എനിക്കത് പറ്റുന്നില്ല. ഇവിടുത്തെ ഒരു സ്റ്റാഫിനോടാണ് ഞാൻ ആ ഇത് വാങ്ങിച്ച് ഉപയോഗിച്ച് ഞാൻ പോയത്.
അത്രയ്ക്ക് ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലി സ്ഥലത്തും വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ബ്ലീഡിങ് കൊണ്ട് എനിക്ക് ഒരു നിവൃത്തിയില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒത്തിരി ഡോക്ടർമാരെ അപ്പോഴും കാണിച്ചപ്പോഴും ഡോക്ടർ പറഞ്ഞത് തുടങ്ങുന്ന സമയത്ത് തന്നെ 3 ടാബ്ലറ്റ് ഒരു ദിവസം വെച്ച് കഴിക്കണമെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പിന്നെ ഡോക്ടർമാരെ കാണിക്കുമ്പോൾ ഈ ടാബ്ലറ്റിൽ നിൽക്കുന്നില്ല, ഇങ്ങനെ ഭയങ്കര ബ്ലീഡിങ് ആണ്. അപ്പോൾ ജോലി സ്ഥലത്തും എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ ജോലി എടുക്കുന്നിടത്ത് ഇതുപോലെ തന്നെ തൊട്ടടുത്ത് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്, മെഡിക്കൽ ട്രസ്റ്റ്. ഞാൻ അവിടെ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പം മുമ്പേ തൊട്ട് പറയുന്നതാണ് സിസ്റ്റ് ഉണ്ടെന്ന്. പക്ഷേ ഡോക്ടർ സ്കാൻ ചെയ്ത് കണ്ടപ്പോൾ എന്നോട് പറഞ്ഞത് എത്രയും പെട്ടെന്ന് ഇത് ഓപ്പറേഷൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം എന്നുള്ള രീതിയാണ് എന്നോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് മോള് പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നതിന് 2 മാസം കഴിഞ്ഞ് അവളുടെ ഡെലിവറിയാണ്. എനിക്ക് പറ്റില്ല, ഓപ്പറേഷൻ ചെയ്ത് ഞാൻ കിടന്ന് അവളുടെ കാര്യം ആര് നോക്കും? ഞാൻ എന്തായാലും ഉടമ്പടി പുതുക്കാൻ വന്ന ആ ദിവസം ഞാൻ ആ സ്കാൻ റിപ്പോർട്ടുമായിട്ട് ഇവിടെ വന്നു ഞാൻ ആ ഫ്രണ്ടിലിരിക്കുന്ന മാതാവിനെ ഞാൻ വെച്ചിട്ട് ഞാൻ ആ സ്കാൻ റിപ്പോർട്ട് അപ്പോൾ ഉടമ്പടി എടുക്കുന്ന അവിടെ പറയുന്നുണ്ട് നിങ്ങൾക്കുള്ള ഇതൊക്കെ മാതാവിന് വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ ഇതെടുത്തേച്ചും വെച്ച് പ്രാർത്ഥിച്ചു. മാതാവ്, എൻ്റെ മോളുടെ ഡെലിവറി 2-3 മാസം കഴിഞ്ഞാൽ ഞാൻ ഈ ബ്ലീഡിങ്ങുമായിട്ട് സർജറിയിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കത് ഭംഗിയായിട്ട് നിർവഹിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അമ്മ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെയ്തു തന്നോ എന്ന് പറഞ്ഞ് ഞാൻ പോയി. മോളെ ഡെലിവറി ആണ സമയത്ത് എനിക്ക് അവിടെ വെച്ച് പീരിയഡ്സ് ആയെങ്കിലും എനിക്ക് അത്ര വലിയ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, നോർമലായിട്ടായിരുന്നു. അപ്പം ഞാനത് കാര്യമാക്കിയില്ല. പക്ഷെ അത് കഴിഞ്ഞ് ഇപ്പോൾ വരെ എനിക്കൊരു 3-4 മാസമായിട്ട് എനിക്ക് അങ്ങനൊരു സംഭവമേ ഇല്ല. ഞാൻ നല്ലൊരു മരുന്നിൻ്റെ ആവശ്യമില്ല, ഒന്നും എനിക്ക് വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതും എനിക്കൊരു രോഗസൗകര്യമാണ്. പക്ഷെ ഞാൻ അടിവയറ്റിലാണെങ്കിലും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശിട്ട് ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ എനിക്ക് വേണ്ടി മാത്രമല്ല, മാതാവേ, യൂട്രസ് സംബന്ധമായിട്ടുള്ള എല്ലാവർക്കും അതുപോലെ ഗർഭിണികളായിട്ടുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടിയാണ് അത് ഞാൻ എങ്ങനെയൊക്കെ ഞാൻ ഇപ്പോൾ മൈഗ്രെയിൻ ആണെങ്കിലും ശരി നെറ്റിക്ക് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടേ അത് ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കാറുള്ളൂ. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് വെച്ചെന്നാൽ ഞാനിങ്ങനെ കുറച്ച് മക്കളിങ്ങനെ അനാഥരായ മക്കളുണ്ട്. അവിടെ ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെ ഞാൻ പല പ്രാവശ്യമായിട്ട് അവർക്കുള്ള ഭക്ഷണം ഞാൻ കൊടുക്കാറുണ്ട്. അപ്പോൾ പല പ്രാവശ്യം എനിക്ക് അവിടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല, ഞാൻ കണ്ടിട്ടുമില്ല. അപ്പോൾ ഭക്ഷണം അവർ ഏർപ്പെടുത്തും കൊണ്ടേ കൊടുക്കും, അങ്ങനെയാണ്. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ആ മക്കളുടെ കൂടെ സാധിക്കുമെങ്കിൽ ചെയ്യണമെന്ന് തന്നെ. അപ്പോൾ ഇവൾ 8 മാസം ആയപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് അന്ന് എനിക്കൊന്ന് ചെയ്യണം, മോളും സുഖമില്ലാണ്ടിരിക്കണേല്ല, എന്നാൽ ചെയ്തേക്കാമെന്ന് കരുതി ഞാൻ അവിടെ ഭക്ഷണം മക്കളെ ഏൽപ്പിച്ചു. അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും മോളും മോളുടെ ഭർത്താവും എല്ലാവരും കൂടെ ഞങ്ങൾ അവിടെ ചെന്ന് കണ്ടാലും നമുക്ക് സത്യത്തിൽ ചെറിയ മക്കളാണ് അവിടെയുള്ളത്. 100 മക്കളുണ്ട്, കുഞ്ഞുമക്കൾ. അത് 2 വയസ്സുള്ളതും ഒക്കെ ഉണ്ട്. അതുങ്ങൾക്കൊക്കെ ഭക്ഷണം വാരിക്കൊടുത്ത് അവരുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി അവരുടെ ഒപ്പം ഇരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് ശരിക്കും പറഞ്ഞാൽ അതൊരു സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. പിന്നെ എനിക്കിവിടെ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ഒരു അമ്മയും അച്ഛനെയും 85 വയസ്സും 75 വയസ്സും ഒക്കെയുള്ള അച്ഛനും അമ്മയാണ്. മക്കളൊക്കെ നോക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നതുകൊണ്ട് അന്നോട്ട് ഞാൻ അവർക്കൊരു സഹായമാണ്, കുളിപ്പിച്ചു കൊടുക്കാനും അവരുടെ വസ്ത്രം അലക്കി കൊടുക്കാനും. ഇപ്പോഴും ഞാനത് തുടർന്ന് പോകുന്നുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ നല്ലൊരു പ്രാർത്ഥനയുള്ള അമ്മയാണ്. അപ്പോൾ അങ്ങനെ അമ്മയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴിയും പിന്നെ എനിക്ക് മാസം ശമ്പളം കിട്ടുമ്പോഴാണെങ്കിലും ശരി, തുച്ഛമായ ശമ്പളമാണെങ്കിലും അതിൽ നിന്നൊരു വിഹിതം ഞാൻ ആർക്കാണെങ്കിലും ഞാൻ കൊടുക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അതിപ്പോഴല്ലേ, എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇനിയും അങ്ങോട്ട് അങ്ങനെ തന്നെയായിരിക്കും. ദൈവകുമാരനും അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മിനി റെജി. ഞാൻ കോലഞ്ചേരിയിൽ പാങ്കോട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്ത ഡേറ്റ് 2019 ജനുവരി 2-ാം തീയതി ഉടമ്പടി എടുത്തതാണ്. അതിനുശേഷം എൻ്റെ ഉടമ്പടിയിൽ കാശ് രൂപം നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോൾ അച്ഛനെ വിളിച്ച് പറയും പുതിയ കാശ് രൂപം തരില്ല, അപ്പോൾ നിങ്ങൾക്ക് പുതിയ ഉടമ്പടി എടുക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ കഴിഞ്ഞ വർഷം വീണ്ടും ഞാൻ ജനുവരിയിൽ വന്ന് ഉടമ്പടി എടുത്തു. അങ്ങനെ ഉടമ്പടിയിൽ പോകുന്ന സമയത്ത് എനിക്ക് എപ്പോഴും ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ആദ്യമേ 2019 തുടങ്ങി ഒത്തിരി കാര്യങ്ങൾ സാധിച്ച് കിട്ടിയിട്ടുണ്ട്. മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഓരോ പ്രാവശ്യം ഞാൻ നിയോഗം എഴുതി കൊടുക്കും, കിട്ടിയ കാര്യങ്ങൾ എഴുതി കൊടുക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു കാര്യമേ ഉള്ളൂ, അല്ലെങ്കിൽ 2 കാര്യമേ ഉള്ളൂ, അത് പിന്നെ നമുക്ക് സാക്ഷ്യം പറയാം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്, മാതാവേ, ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിയോഗം സാധിച്ച് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് മാതാവിൻ്റെ ഈ അൾത്താരയിൽ കയറി നിന്നവരോടും ഒരു നിയോഗം എനിക്ക് സാക്ഷ്യം, ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമായിട്ട് എന്നെ നിർത്തുവാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നോർത്ത് ഒത്തിരി വിഷമവും പ്രയാസങ്ങളും പറഞ്ഞിട്ട് പല പ്രാവശ്യവും ഞാൻ ഇവിടെ ഒന്നിങ്ങനെ ഉടമ്പടി എടുത്ത് പോകുമായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ ഉടമ്പടി മുടക്കിയില്ല.
ഞാൻ സൗദിയിലായിരുന്നു. ഞാൻ ലാബ് ടെക്നീഷ്യനായിട്ട് സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോൾ അന്നേരം NRIയിലായിരുന്നു എനിക്ക് ഉടമ്പടി എടുത്തിരുന്നത്. ഞാനിവിടെ വന്നു, നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ തീർത്ഥാടന ഉടമ്പടി എടുത്ത് മാറ്റിയെടുത്തു. പക്ഷേ എന്നാലും എനിക്ക് മനസ്സിനൊരു എപ്പോഴും വിഷമമായിരുന്നു. എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ഞാൻ ഉടമ്പടി നിന്ന് പോകുന്നുണ്ട്, പക്ഷേ എനിക്കൊന്ന് ഉടമ്പടി ഇവിടെ ഒന്ന് സാക്ഷ്യം പറയാൻ എല്ലാവരും ഇവിടെ ആൾത്താരയിൽ കയറി ഇന്ന് സാക്ഷ്യം പറയുന്നു. എനിക്ക് ഒരു സാക്ഷ്യം പറയാൻ പറ്റുന്നില്ല. എനിക്ക് ഒത്തിരി സാക്ഷ്യങ്ങൾ കിട്ടുന്നുണ്ട്, പക്ഷേ എപ്പോഴും ഞാൻ ചിന്തിച്ചു, ഇല്ല, എന്നെ മാതാവ് അതിന് ഒരുക്കിയിട്ടില്ല, എനിക്ക് സാക്ഷ്യം പറയേണ്ട സമയമാകുന്നതേ ഉള്ളൂ എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും മാതാവിൻ്റെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി പുതുക്കും. എല്ലാ മാസവും ഞാൻ വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോകും. പത്രം മേടിച്ച് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്ത് എല്ലാം നടത്തുമായിരുന്നു. പിന്നെ ഇപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നടന്നു വരുമ്പോഴും ഞാൻ ഒരു 2-3 മാസം മുമ്പ് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് 90 ദിവസത്തിനുള്ളിൽ എനിക്കൊരു സാക്ഷ്യം പറയുവാൻ വേണ്ടി എന്നെ ഒരുക്കണം. എനിക്ക് മാതാവിൻ്റെ എല്ലാവർക്കും മാതാവിൻ്റെ സാന്നിധ്യം കിട്ടുന്നുണ്ട്. എനിക്കും അപ്പോൾ ഒരു സാക്ഷിയായി തീരുവാൻ എനിക്ക് അമ്മയുടെ ഒരു സാന്നിധ്യം എനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടണം. എനിക്കൊരു സാക്ഷ്യം പറയണം. ഇത്രയും വർഷമായി ഇനി എനിക്ക് നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല എന്ന് ഞാൻ മാതാവിനോട് പറഞ്ഞ് കരഞ്ഞിരുന്നു. അതിൻ്റെ ഫലമായിട്ട് അത്ഭുതം എന്ന് പറയട്ടെ, ഒരു 3 മാസം മുമ്പ് ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കി വീട്ടിൽ ചെന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് മാതാവിൻ്റെ എൻ്റെ ഹാർട്ടിൽ എൻ്റെ രാവിലത്തെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയപ്പോൾ എനിക്ക് അതിനകത്ത് മാതാവിൻ്റെ നല്ല ഒരു ഹാർട്ട് ആ തിരിയിൽ തെളിഞ്ഞു വന്നു. അത് കഴിഞ്ഞ് പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥനയിലും മാതാവിൻ്റെ ഹാർട്ട് രൂപം ശരിക്കും നല്ല ഭംഗിയായിട്ട് തെളിഞ്ഞു വന്നു. ഞാനത് ഈ മൊബൈലിനകത്ത് ഞാൻ പകർത്തിയിട്ടുണ്ട്, അതിൻ്റെ പിക്ചർ എടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ട്. പിന്നെ എനിക്ക് ഇടയ്ക്ക് എപ്പോഴും എനിക്ക് മാതാവിൻ്റെ ഹാർട്ട് അതിനകത്ത് തിരിയിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാൻ ഹസ്ബൻഡിനും പിള്ളേർക്കും ഒക്കെ അവർക്കൊരു വിശ്വാസം ഉണ്ടായില്ല. ഞാൻ അവരെ വിളിച്ച് കാണിച്ചു. അപ്പോൾ അവർക്കതിൽ ഭയങ്കര വിശ്വാസമായി. അത് കണ്ടതിന് ശേഷം പിള്ളേരാണെങ്കിലും എല്ലാ ദിവസവും രാവിലെ വെളുപ്പിന് എഴുന്നേറ്റ് രാവിലെ 5:30 ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുന്നതിൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലിയിട്ടേ അവർ സ്കൂളിൽ പോവുള്ളൂ. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടി. പിന്നെ കഴിഞ്ഞ മാസം എനിക്ക് 17-ാം തീയതി ബ്ലീഡിങ് ആയി കഴിഞ്ഞ് ബ്ലീഡിങ് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഈ മാസം 7-ാം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരിക്കലും ഞാൻ മരുന്ന് കഴിച്ചിട്ട് എൻ്റെ ബ്ലീഡിങ് മാറ്റണ്ട. ഞാൻ ഉടമ്പടി പത്രത്തിൽ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഞാൻ ഉടമ്പടി എടുത്തേക്കുന്നതാണ്. ഞാൻ ഉടമ്പടി എടുത്ത മക്കൾക്ക് ആശുപത്രിയിൽ പോയി മരുന്ന് കഴിക്കാതെ തന്നെ മാതാവ് പലർക്കും ബ്ലീഡിങ് സ്റ്റോപ്പാക്കി കൊടുത്തിട്ടുണ്ട്. എന്നുമല്ല, യേശുവമ്പുരാൻ നമുക്ക് രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവത്തെ നിർത്തിയ ദൈവം തമ്പുരാനാണ്, മാതാവാണ്. അപ്പോൾ മാതാവ് പറഞ്ഞാൽ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചാൽ തീർച്ചയായിട്ടും എനിക്ക് അനുഗ്രഹം കിട്ടുമെന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ മരുന്നെടുക്കില്ല. എന്നിരുന്നാലും ഹസ്ബൻഡിൻ്റെ ഫോഴ്സ് കാരണം കൊണ്ട് ഞാൻ ഇന്ന് 7-ാം തീയതിയാണ്, ഈ മാസം 7-ാം തീയതി ഞാൻ ഹോസ്പിറ്റലിൽ പോയി. ഞാൻ ഇന്ന് ഹോസ്പിറ്റലിൽ പോകുന്നു. എന്നിരുന്നാലും ഡോക്ടർ തരുന്ന മരുന്ന് ഞാൻ കഴിക്കില്ല. അതെൻ്റെ ഒരു ഉറച്ച തീരുമാനമാണ്. ഞാൻ ഡോക്ടറെ കാണാൻ പോയി. അതിനുശേഷം ഡോക്ടറെ കാണാൻ പോയതിന് ശേഷം ഇതുവരെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിട്ടില്ല. ഡോക്ടർ എനിക്ക് ഒരു ഗുളിക തന്നു. ഇത് കഴിച്ചിട്ട് 2 ദിവസം കഴിഞ്ഞിട്ട് നിന്നില്ലെങ്കിൽ അടുത്ത ഒരു ഗുളിക കഴിക്കണം. ആ ഗുളികയും കഴിച്ചിട്ട് നിന്നില്ല എങ്കിൽ നമുക്ക് ആ ഗുളിക കഴിച്ച് നിന്ന് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ നമുക്കുള്ളിൽ നിന്നൊരു പരിശോധനയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും ഞാൻ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചു. മാതാവാണ് എൻ്റെ കൂടെയുള്ളത്. ഈ ഉടമ്പടി ഞാൻ എടുത്ത വ്യക്തിയാണ്. അപ്പോൾ എന്താണെങ്കിലും ഞാനൊരു മരുന്ന് കഴിച്ച് എൻ്റെ ബ്ലീഡിങ് നിൽക്കണ്ട, അത് ഞാൻ കഴിക്കില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ലാബിൽ ജോലി ചെയ്യുന്നു. ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, നീ മരുന്ന് എടുത്തില്ലേ, കഴിക്കണ്ടേ? ഡോക്ടർ മരുന്ന് അന്യായം പൈസ കൊടുത്ത് മരുന്ന് മേടിച്ചു, നിനക്ക് കഴിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ ഞാൻ മറന്നുപോയി മരുന്ന്. പക്ഷേ അത് മാതാവിൻ്റെ ഒരു നിയോഗമായിരുന്നു. ഞാൻ ആ മരുന്നെടുക്കാൻ മറക്കുക എന്നുള്ളത് മാതാവിൻ്റെ ഒരു നിയോഗമായിരുന്നു. അന്ന് വൈകുന്നേരം പറഞ്ഞു, വൈകുന്നേരം ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ എന്നാൽ ഇന്ന് തുടങ്ങണം, സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. വീണ്ടും ഞാൻ കിടക്കാൻ നേരത്ത് വീണ്ടും മറന്നുപോയി. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഡ്യൂട്ടി കഴിയുമ്പോൾ പോകാൻ നേരത്ത് ഹസ്ബൻഡ് ചോദിച്ചു, ഇന്നും മരുന്നെടുത്തില്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഇന്നും ഞാൻ മറന്നുപോയി.
അപ്പോഴും ഞാൻ ഹസ്ബൻഡ് എന്നെ ചീത്ത വിളിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ബ്ലീഡിങ്ങൊക്കെ 2 ദിവസം മുമ്പേ നിന്നു, എനിക്കൊരു കുഴപ്പമില്ല, ഇപ്പോൾ എനിക്ക് നടുവേദനയില്ല, വയറുവേദനയില്ല, ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. ഞാൻ മാതാവിൻ്റെ മുമ്പിൽ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഉടമ്പടി എടുത്ത വ്യക്തിയാണ് ഞാൻ. മാതാവിൻ്റെ ഉടമ്പടി എടുത്ത മക്കൾക്ക് ഒരു കാരണവശാലും ഡോക്ടറെ അടുത്ത് പോയി മരുന്ന് കഴിച്ച് ഒരു ബ്ലീഡിങ് നിർത്തേണ്ട ആവശ്യമില്ല. എനിക്ക് മാതാവിൻ്റെ തൈലം മാത്രം മതി. ഞാനപ്പോൾ എല്ലാ ദിവസവും മാതാവിൻ്റെ തൈലം തൊട്ട് യൂട്രത്ത് വയറിൻ്റെ അടിവയറിൽ കുരിശിട്ട് വരയ്ക്കും. അച്ഛൻ എപ്പോഴും പറയും, നമുക്ക് ഏതൊരു ആവശ്യമുണ്ടെങ്കിലും ഏത് രോഗമാണെങ്കിലും നമ്മൾ അവിടെ വിശ്വാസ പ്രമാണം ചൊല്ലി നമ്മൾ തൈലം കുരിശ് വരച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും വിശ്വാസത്തോടെ നമ്മളത് ചെയ്താൽ അവിടെ അമ്മ മാതാവ് പ്രവർത്തിക്കും. എൻ്റെ മനസ്സിൽ ഉറച്ചൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഡ്യൂട്ടി പോയാലും കിട്ടുന്ന അവസരങ്ങളിൽ കൊന്ത ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും. ഞാനൊരു യാക്കോബായക്കാരിയാണ്. എന്നിരുന്നാലും എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസം എനിക്ക് അച്ഛൻ്റെ വചനങ്ങൾ കേൾക്കുക എന്നുള്ളത്. ഞാൻ ചൊവ്വാഴ്ചയാകാൻ കാത്തിരിക്കും. കാരണം അച്ഛനും ഇവിടെ ജോമോൾ സിസ്റ്റർ പറയുന്ന ഓരോ വാക്യങ്ങളും ഞാൻ എഴുതിയെടുത്ത് എൻ്റെ ഡ്യൂട്ടിയിലിരുന്ന് ഞാൻ ഡ്യൂട്ടിയിൽ ക്യാമറ ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ മൊബൈൽ മറച്ച് വെച്ചിരുന്നാണെങ്കിലും ഞാൻ ആ ഫുൾ ധ്യാനം അച്ഛൻ്റെ കൂടാൻ ഞാൻ മാക്സിമം ഞാൻ പരിശ്രമിക്കും. അവിടെ വെച്ച് ഞാൻ കൂടും. ഇല്ല എങ്കിൽ എനിക്ക് കിട്ടിയ ഒരു അരമണിക്കൂർ എനിക്ക് അതിന് കുറഞ്ഞു പോയാൽ ഞാൻ വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഞാനത് കേട്ട് അന്ന് തന്നെ തീർക്കും. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ മാതാവിൻ്റെ ഉടമ്പടിയിൽ പിന്തുടർന്ന് പോകുന്ന വ്യക്തി. എനിക്ക് അങ്ങനെ ബ്ലീഡിങ് സ്റ്റോപ്പായി. മാതാവിൻ്റെ ഹാർട്ട് രൂപം എനിക്ക് കാണിച്ചു തന്നു. പിന്നെ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെറുതും വലുതുമായിട്ട് ഒത്തിരി കാര്യങ്ങൾ. ഓരോ കൊച്ചുങ്ങൾക്കും ഓരോ അസുഖങ്ങൾ വരുമ്പോൾ ഞാൻ കുഞ്ഞുങ്ങൾക്ക് തൈലം തൊട്ട് കൊടുക്കും. അതുപോലെ തന്നെ ഉപ്പിട്ട് ഞാൻ മാതാവിൻ്റെ ഉപ്പ് വിട്ട് വെഞ്ചിൽ വെള്ളം കൊടുക്കും. ഞങ്ങൾ എല്ലാവരും കഴിക്കും. രാത്രി ഞാൻ എല്ലാവർക്കും, അമ്മച്ചിയുണ്ട്, അമ്മച്ചിക്കും ഹസ്ബൻഡിനും പിള്ളേർക്കും എല്ലാവർക്കും ഞാൻ തൈലം തൊട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി സായാഹ്ന പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ തൈലം തൊട്ട് കൊടുക്കും. അതെല്ലാവർക്കും ഭയങ്കര വിശ്വാസം. ഒരു തുള്ളി തേനും ഞാൻ കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റേ ഉപ്പിട്ട് വെള്ളം ഞാൻ കൊടുക്കും, തേൻ കൊടുക്കും. അങ്ങനെയെല്ലാം ഞാൻ മാതാവിൻ്റെ ഉടമ്പടി വസ്തുക്കൾ എല്ലാ ദിവസവും ഞാൻ കൃത്യമായിട്ട് പാലിച്ച് വൃത്തിയോടുകൂടി ഞാൻ ഉടമ്പടിയിൽ നടക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരിക്കലും എനിക്ക് മാതാവിൻ്റെ ഒരു രോഗം മാറ്റാൻ ഡോക്ടറെ അടുത്ത് പോകാതെ തന്നെ മാറ്റാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ എൻ്റെ കാര്യങ്ങൾ ഇത്ര എനിക്ക് 3 നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടി. ഇതുകൂടാതെ ചെറുതും വലുതുമായിട്ട് ഒത്തിരി നിയോഗങ്ങൾ എനിക്ക് ഒത്തിരി കാര്യങ്ങൾ സാധിച്ചു കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ ഇവിടെ കൊണ്ടുവന്ന് എഴുതി അച്ഛൻ എനിക്ക് പേപ്പറിനകത്ത് സൈനിട്ട് തന്നു. അപ്പോഴും എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായുള്ളൂ, മാതാവേ ഓരോ പ്രാവശ്യവും ഇവിടെ വരുമ്പോൾ എല്ലാവരും ഈ സാക്ഷ്യം ഈ അൾത്താരയിൽ കയറി എന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. അപ്പോഴും ഞാൻ അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോഴെല്ലാം ഞാൻ പറയും, അച്ഛാ എനിക്കും, ഞാൻ അച്ഛനോട് മനസ്സുകൊണ്ട് പറയും, എന്നെയും ഒന്ന് ഒരുക്കണമേ, മാതാവിനോട് പ്രാർത്ഥിക്കണം അച്ഛാ, എനിക്കും മാതാവിൻ്റെ അൾത്താരയിൽ കയറി ഒരു സാക്ഷിയാകാൻ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്ന, വെള്ളത്തിന് ദാഹിക്കുന്ന പോലെ ഒരു വ്യക്തിയാണ് ഞാൻ. എപ്പോഴും ഈ അൾത്താരയിൽ ഒന്ന് കയറി നിൽക്കാൻ എനിക്ക് കഴിയണമേ എന്ന് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ എത്രയും നേരെല്ലാം കാര്യങ്ങളും വൃത്തിയായി ചെയ്തു പോന്നു. ഞാൻ കാരുണ്യ പ്രവൃത്തികളായിട്ട് വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഭക്ഷണം ഞങ്ങൾ മാസത്തിൽ വൃദ്ധസ്ഥാനത്തിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കാറുണ്ട്. എൻ്റെ അടുത്ത് വന്നാൽ എൻ്റെ അടുത്ത് വരുന്നവർ, ഞാൻ ജോലി സ്ഥലത്തായിക്കോട്ടെ എവിടെ വെച്ച് എൻ്റെ നേരെ കൈ നീട്ടിയാലും ഒരു മനുഷ്യനെ ഞാൻ വെറുതെ വിടൂല. പ്രത്യേകിച്ച് ഞാൻ എൻ്റെ കയ്യിലുള്ളത് എടുത്തു കൊടുത്തിട്ട് ഞാൻ അവർക്ക് പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത്, എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ അടുത്ത് വരുന്ന ഒത്തിരി ക്യാൻസർ രോഗികൾ പലരും വന്നിട്ടുണ്ട്. അവർക്ക് തേനായിട്ടും ഉപ്പായിട്ടും മാതാവിൻ്റെ കാശുരൂപമായിട്ടും മാതാവിൻ്റെ പത്രം കൊടുത്തിട്ടാണെങ്കിലും ഒത്തിരി പേരിവിടെ വന്നിട്ടുണ്ട്. പലരും ഞാൻ കൊടുത്ത ഉപ്പൊക്കെ കഴിച്ചിട്ട് അവർക്ക് അസുഖം മാറിയിട്ട് അവരിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ വന്നിട്ടുണ്ട്, മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വന്നിട്ടുണ്ട് ക്യാൻസർ രോഗികൾ. അതുപോലെ തന്നെ ഉടമ്പടി പത്രം ഞാൻ മേടിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലും അതുപോലെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി രോഗികളെ കണ്ട് അവർക്ക് ഞാൻ പത്രമൊക്കെ കൊണ്ടുവന്ന് കൊടുക്കും. പലരും അതിന് നെഗറ്റീവ് പറയും, പക്ഷേ അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല. പലരും ചോദിക്കും, മാതാവിൻ്റെ പത്രമല്ല, ഞങ്ങൾക്ക് യേശുവിൻ്റെ പത്രമുണ്ടോ, ദൈവത്തിൻ്റെ പത്രം ഉണ്ടെങ്കിൽ താന്ന് പറയും. അങ്ങനെ അവർ പറയുന്നതിലൊന്നും നമ്മൾ അത് ഗവനിക്കാറില്ല. നിങ്ങൾക്ക് പത്രം വായിക്കാൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ വായിക്കുക, ആരും പറയുന്നില്ല മേടിച്ചെടുക്കണമെന്ന്. ഇതിനു വേണ്ടിയിട്ട് ദാഹിക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാം. നീട്ടിയ കൈ ഞാൻ തിരിച്ചു വരിക്കേണ്ട, നിങ്ങൾ വേണമെങ്കിൽ മേടിക്കുക, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെ ഓരോ നല്ല രീതിയിൽ എന്നെ പറ്റുന്ന നല്ല രീതിയിൽ ഞാൻ മാക്സിമം മാതാവിന് വേണ്ട ഒരു പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി വളർന്നു വരുവാൻ
ഞാൻ മുമ്പിലേക്കും എൻ്റെ മക്കൾക്കും നല്ല രീതിയിൽ ബൈബിൾ വചനങ്ങൾ പറഞ്ഞു കൊടുത്ത് ഞാൻ സാക്ഷ്യമായിട്ട് തന്നെ മുമ്പിലേക്ക് പോകുന്നു. ഇനിയും ഞാൻ മാതാവിൻ്റെ ഒരു സാക്ഷിയായി തന്നെ മുമ്പിലേക്ക് പോകും. ഇനിയും എനിക്ക് കൂടുതൽ നിയോഗങ്ങൾ സാധിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഇത്രയേറെ നന്മകൾ എനിക്ക് ഇത്രയെല്ലാം നിയോഗങ്ങൾ സാധിച്ചു തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. താങ്ക് യു.